അപ്പോൾ ഞാൻ കാസർഗോഡ് ഗാനമേളയെക്കുറിച്ച് വിമർശിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനൊന്നൊരു കമൻ്റാണ്. അതായത് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഉറൂസിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കലർന്നിട്ടുണ്ട്, ഉറൂസിലെ അനാചാരങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യണം. ഒരുപാട് തവണ എനിക്ക് വന്ന ഒരു കമൻ്റാണ്. ഉറൂസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്നു എന്നതിനേക്കാൾ വലിയൊരു അപകടം ഇത് ആണുങ്ങളും പെണ്ണും ഇടകലർന്നുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വരുന്ന തറാവി നിസ്കരിക്കാൻ വരുന്ന മുജാഹിദിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ഇവിടെ ഗൾഫിലാണെങ്കിലും പള്ളികളിലൊക്കെ വരുന്നില്ലേ, വലിയ വലിയ പള്ളി വിസിറ്റ് ചെയ്യാൻ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇടൽ കലരുന്നുണ്ട്. ഇത് കൊണ്ടാണ് റസൂൽ പറഞ്ഞ പെണ്ണിന് ഏറ്റവും നല്ലത് വീടിന്റെ ഉള്ളിലാണ് നിസ്കരിക്കാൻ ഏറ്റവും ഹൈർ, നിങ്ങൾ ജമാഅത്തിന് വരേണ്ട ആവശ്യമില്ല എന്ന് റസൂൽ പറഞ്ഞു. അതുകൊണ്ടാണ്. പക്ഷെ അത് കേൾക്കുന്നില്ല. അവർക്ക് പുറത്തിറങ്ങണോ, ഓക്കെ പുറത്തിറങ്ങിക്കോ, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അതിന്റെ രീതിയിൽ വരണം. ഡിസിപ്ലിനിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഔറത്തൊന്നും കാണിക്കാതെ അന്യപുരുഷനെ നോക്കാതെ ഹറാമൊക്കെ ചെയ്യാതെ അതിന്റെ രീതിയിൽ പോകുന്നെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഏതൊരു സലഫി ഏതോ പറഞ്ഞ് തറാവിക്ക് അവിടുന്ന് കുടുംബം പെണ്ണുങ്ങളൊക്കെ ഒരു ചെറിയ 15 വയസ്സുള്ള പെണ്ണിനെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് തറാവി നിസ്കരിക്കാൻ പോയി, എന്നിട്ട് അവിടെ എന്തോ ഫിത്തിന നടന്നിട്ടുണ്ട് എന്നൊക്കെ. അതുകൊണ്ടാണ് ആ ഫിത്തിന വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനേക്കാൾ വലിയ അപകടം ഉറൂസിൽ നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾ ഈ കൂടുതൽ ആൾക്കാർ അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, അവരോട് പ്രാർത്ഥിക്കുകയാണ്, അവരോട് പോയിട്ട് കരയാൻ, സങ്കടങ്ങളൊക്കെ അവിടെ പോയിട്ട് അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ പോയിട്ട് ഭയങ്കര ഭക്തിയാണ്. അവിടെ എത്തുമ്പോൾ ഭയങ്കര ഭക്തി വരേണ്ട തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് കറിയുമ്പോൾ വരേണ്ട ഭക്തി ഈ ഇവിടെ വന്നിട്ട് എന്താ സുജൂദ് ഇട്ടിട്ട് അവരോട് ചോദിക്കുകയാണ്. ഒക്കെയാണ് ഭയങ്കരമായ ഒരു വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുപോകുന്നത്. സിയാറത്ത് എന്തിനാണുള്ള മരണത്തെ ഓർമ്മിപ്പിക്കാനാണ് സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത്. മഹാന്മാരുടെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വരെ മഹാന്മാരിൽ അവിടെയൊക്കെ പോയി എന്താക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ബർക്കത്തിൽ ദുആ ചെയ്യുക. അല്ലാതെ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക, അവിടെ പോയി സുജൂദിടുക, അവിടെ കരയുക, അവിടെ വന്നിട്ട് തുണി കൊണ്ടുപോയിട്ട് വിരിക്കുക, എന്നിട്ട് പൈസ കൊടുക്കുക, ഇതെല്ലാം കച്ചവടം എന്നാണ് പറയുന്നത്. ദർഗ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നത്, ഫോട്ടോ വിരിക്കുക, എന്നിട്ട് പൈസ ഉണ്ടാക്കുക, അതിലൊന്നും അതൊരു ഇസ്ലാമികമായിട്ട് നമുക്കത് കണക്കൂട്ടാൻ കഴിയില്ല. അത് നോർത്തിലാണ് ഏറ്റവും കൂടുതൽ കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഭയമാണ് വരുന്നത്. എന്താണ് ഈ ആൾക്കാർ ചെയ്യുന്നത്, ഇവരെ പിടിച്ചു കെട്ടാൻ ആരും ഇല്ലേ? ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനത്തെ അനാചാരം. അത് കുറെ സിയാറത്തിന്റെ ഈ മഖബറിന്റെ കുറെ ദൂരം എന്താക്കണം, നമ്മളെ റൗള ഷരീഫിലുള്ളത് പോലെ അങ്ങനെ ദൂരെ ഇങ്ങനെ വെച്ചിട്ട് കുറെ അടുത്തേക്ക് എത്താത്ത രീതിയിൽ കെട്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ട് സിയാറത്ത് ചെയ്ത് പോകുന്ന രീതിയിലാക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത കുറെ ദീന് കുറവായ ആൾക്കാർ വന്നിട്ട് സുജൂദ് ഇട്ട് ദഫ് മുട്ട, കുറെ ദർഗയിൽ കാണും ദഫ് മുട്ട, പൂട, എന്ത് ഇസ്ലാം അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പൊ അങ്ങനത്തെ അനാചാരത്തിൽ പോകാൻ പാടില്ല. നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നേർച്ച വെക്കുക, എന്റെ ഈ സംഭവം ശരിയാണെങ്കിൽ ഇന്ന മക്കമറയിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഉറൂസ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഉറൂസ് എന്ന് പറയുമ്പോൾ ചെറുപ്പകാലത്ത് ആദ്യം ലിസ്റ്റ് നോക്കും, ആരാണ് ഇന്ന് അടക്കം വാലിന് വരുന്നത്, ഏത് ഉസ്താദാണ് വരുന്നത്, ഈച്ചേരി അബ്ദുൽ ഗഫൂർ എന്നുണ്ട്. ഞാൻ ഉടനെ അന്നത്തെ ഉറൂസിന് പോകും. എന്നിട്ട് സദസ്സിൽ തന്നെ ഇരിക്കും. സദസ്സിൽ ഇരുന്നിട്ട് ഇൽമിന്റെ മജ്ലിസാണ്, അവിടെ വാല് കേട്ടാൽ നമുക്ക് ഹിദായത്ത് കിട്ടും, നമ്മളെ അറിവ് കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഉറൂസിന്റെ. അതിനുവേണ്ടിയാണ് ഉറൂസിന് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് പോകേണ്ടത്. അവിടുത്തെ ഇൽമ് എന്തെങ്കിലും അറിവ് അവിടുന്ന് കിട്ടിയ അറിവ് നമ്മളെ മനസ്സിൽ ജീവിതത്തിൽ ഉപകാരം കിട്ടും. കാരണം യൂട്യൂബ് ഓൺലൈനിൽ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സദസ്സിൽ ഇരുന്ന് കേൾക്കുമ്പോൾ കിട്ടും. കാരണം റസൂലുള്ളാഹി പറഞ്ഞതാണ്, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്, അതിൽ ഒന്നാണ് ഏത്, ഇൽമിന്റെ സദസ്സ്. അത് പള്ളിന്റെ ഇരുന്നാലും അള്ളാഹിനെ റസൂലിനെ കുറിച്ച് പറയുന്ന നല്ല സ്വാലിഹായ സദസ്സാണ്. അല്ലാതെ വേറെല്ലാം ഒരേ അജ്മീർ നേർച്ച, മടവൂർ നേർച്ച, അങ്ങനെ ഒരുപാട് അനാചാരം നേർച്ച അങ്ങനത്തെ എല്ലാം പറഞ്ഞത്. അതിനേക്കാൾ റസൂലുള്ളാഹിന്റെ മത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന് പറയുന്ന ആഖിറത്തിന് ഉപകാരം കിട്ടുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ സ്വാലി നല്ല ഹദീസിൽ വന്ന് ദിക്റൊക്കെ ചൊല്ലുന്ന അങ്ങനത്തെ സദസ്സിൽ ഇരുന്നാൽ നമുക്ക് ഹിദായത്ത് കിട്ടും. ഞാൻ ഒരുപാട് പഠിച്ചതും എനിക്ക് അൽഹംദുലില്ലാഹ് ദീനിലേക്ക് അറിവെല്ലാം കിട്ടിയത് അങ്ങനത്തെ സദസ്സിലിരുന്ന് വയലിൽ കേട്ടതുകൊണ്ട്. ചെറുപ്പം മുതലേ ഞാൻ പോയാൽ ഉറൂസിന് പോയാൽ അവിടെ പോയിട്ട് ഈ കറങ്ങാനും ഇരിക്കാനും അല്ലെങ്കിൽ ചോക്ലേറ്റ് മേടിക്കാനും സന്ധ്യയിലിരുന്ന് അവിടെ ചുറ്റാനല്ല, അവിടെ മജ്ലിസിലിരിക്കണം. മജ്ലിസ് ഉണ്ടാക്കുന്നതിനാണ്. അവിടെ പോയി ഇരിക്കുന്ന മാത്രം ഉറൂസിന് പോയാൽ മതി. നിങ്ങൾ ഈ പർച്ചേസിങ്ങിനും ആണുങ്ങളെയും പെണ്ണുങ്ങളെ നോക്കി നമ്പർ കൊടുക്കാനും മറ്റതിനും ഇങ്ങനെ ഹറാമായ നിയത്തോട് പോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര തെറ്റാവും ഉറൂസ്. അപ്പോൾ ഉറൂസിൽ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദീന്. എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങൾ, അവരൊക്കെ ഉറൂസിന് പോകുന്നത് വയലിൽ കേട്ടിട്ട് അൽഹംദുലില്ലാഹ്. അതേപോലെയാണ് ഞങ്ങൾ മക്കളും വളർന്നതും. അവർ പോയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ അറിവ് കേൾക്കും. എനിക്ക് ഉമ്മ പറഞ്ഞു തരും, ഇങ്ങനെ ഇന്നത്തെ വാല് നല്ല ഉണ്ടായിരുന്നു, നല്ല ആരാണ് ഉസ്താദ്, അള്ളാഹ് എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അള്ളാഹ് മഗ്ഫിറത്ത് മർഹമത്ത് നൽകട്ടെ. എൻ്റെ ഉമ്മാനെ ഈ സമയത്ത് ഓർക്കുകയാണ്. കാരണം ഒരുപാട് ഉറൂസിന് ഞാൻ ഉമ്മാൻ്റെ ഒന്നിച്ച് പോയിട്ടുണ്ട്. ഉമ്മ വാല് കേൾക്കുന്നത്, ഞാൻ സദസ്സിൽ വരും, ഞാൻ വാല് കേൾക്കുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന് ഒരു പ്ലസ് പോയിന്റ് എടുക്കണം. ഇപ്പോൾ മക്കബറ കച്ചവടമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പറയാതിരിക്കാൻ ഭയങ്കര കച്ചവടം, എന്തൊക്കെയോ അനാചാരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനേക്കാൾ നല്ല ഉറൂസിന് പോവാതിരിക്കുക. പോകുന്നുണ്ടെങ്കിൽ സദസ്സിൽ പോയി
ഇരുന്ന് ഇൽമ് കേൾക്കുക, എന്നിട്ട് അവരെ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ബർക്കത്തിൽ പ്രാർത്ഥിച്ച് ദൂരെ ഇരുന്നിട്ട് അതിന്റെ മട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഉറൂസിന് പോവുക. അവരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, അവിടെ പോയാൽ ഇങ്ങനെ എന്റെ കാര്യം ശരിയാകും അന്ന് നീയത്തല്ല. അത് അള്ളാഹിന്റെ അടുത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ അല്ല പറഞ്ഞത്. എന്നോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. തഹജ്ജുദിന്റെ സമയത്ത് ചോദിക്കും, ഞാൻ ഉത്തരം തരാം. എന്റെ മഹാന്മാരുടെ ഔലിയാക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, എന്തൊക്കെ ദുആ ചെയ്യാൻ പറ്റും അതൊക്കെ അവർക്ക് കൊടുക്കുക. കാരണം അവര് ഔലിയാക്കളായത് അള്ളാഹുവിന് വേണ്ടി ജീവിച്ചപ്പോഴാണ്. അപ്പൊ അതിനുള്ള റെസ്പെക്ട് എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങനെ പോയിട്ട് അവർക്ക് വേണ്ടി അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ അങ്ങനെ ഇപ്പൊ ഉറൂസിന് പോയ ഒരുപാട് വർഷമായി. ഇപ്പൊ ഞാൻ പ്രവാസിയായ ശേഷം ഉറൂസ് എന്നൊരു സംഭവം എന്താണ് അവിടെ നടക്കുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ വീഡിയോ കാണാൻ അറിയും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നിരോധിക്കേണ്ടതോ അല്ല, പോകാതിരിക്കേണ്ട അങ്ങനല്ല ഞാൻ പറയുന്നത്. അതിനെ നിരോധിക്കണമെന്നല്ല, അവിടെ പോകേണ്ട രീതിയിൽ ബഹുമാനിച്ചു കൊണ്ട് പോയില്ലെങ്കിൽ അത് വലിയൊരു കുറ്റകരത്തിലേക്ക് പോകും എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഇതിനെ വിമർശിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ തന്നെ കള്ളത്തരീക്കത്ത് നിന്ന് വന്നിട്ട് ഒരു ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം കള്ളത്തരീക്കത്ത് അവരെന്താ പറയുന്നത്, പേരോട് ഉസ്താദ് ഇപ്പൊ തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെതിരായിട്ടാണ് അവർ വരുന്നത്. ബദരീങ്ങളെ ഡയറക്റ്റ് വിളിച്ച് പ്രാർത്ഥിക്കാം. ബദരീങ്ങൾ ഇവിടുത്തെ മടവൂര് എന്ന് പറയുന്ന 313 ബദരീങ്ങളെക്കാൾ ഞാനൊരാൾ മതി എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടി, അപകടകരമായ തല തെറ്റിയ കള്ളത്തരീക്കത്തിന്റെ ഒരാൾ പാട്ട് പാടി. ദർഗ സൂഫിസം തലക്ക് പിടിച്ച ആൾക്കാർ അത് അങ്ങനെയാണ് അവസാനം എത്തുന്നത്. അവന് ഭ്രാന്തായിനി. മടവൂരിനെ 313 ബദരീങ്ങൾക്ക് തുല്യ പാടുമ്പോൾ പേരോട് ഉസ്താദ് തിരുത്തി കൊടുത്തു. അപ്പൊ തിരുത്തി കൊടുത്തതിന് വേറെ ഈ കള്ളത്തരീക്കത്തിന്റെ ഒരു നേതാവ് നൗഷാദ് ഹസൻ അയാൾ പറയുന്ന അങ്ങനെ തിരുത്തി കൊടുക്കേണ്ട, അതായത് ബദരീങ്ങളെ സ്ഥാനം ഉണ്ട്, പിന്നെ സ്വന്തമായിട്ട് കഴിവുള്ളത് അവർ തന്നെയാണ് നമുക്ക് തരുന്നത്, സ്വന്തമായ കഴിവല്ല കൊടുത്തിന്, അല്ലാതെ അല്ലാതെ അതേ കഴിവ് ഇവർക്ക് ഉണ്ട്, ഇവരാണ് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അത്ര അപകടകരമായ വാദം കള്ളത്തരീക്കത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു. അപ്പൊ അതാണ് പറയുന്നത്, ഈ സൂഫിസം തലക്ക് പിടിച്ചാൽ മക്കബറ കൂടുതൽ തലക്ക് പിടിച്ചാൽ പിന്നെ അവരെന്നെ അള്ളാഹ് എന്ന രീതിയിലേക്ക് കള്ളത്തരീക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അപകടകരമാവും. അപ്പോൾ നമ്മൾ സുന്നി നേതാക്കന്മാർ പറയുന്നത് രീതിയിൽ പേരോട് ഉസ്താദിനെ പോലെ ആൾക്കാരുടെ പ്രസംഗം ശരിക്കും കേട്ടിട്ട് എന്താണ് ബദരീങ്ങൾ, ആരാണ് ബദരീങ്ങൾ, എന്താണ് മക്കബറ എന്ന് കൂടുതൽ അറിവുള്ള പേരോട് ഉസ്താദ് പോലുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ സിംസാറിലൊക്കെ പോലെ ആൾക്കാർ അവരോടൊക്കെ എല്ലാം കേട്ട് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നല്ല ഇൽമ് നേടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.